नमस्ते वार्ता संस्कृतं प्रति स्वागतम् एमत्र दुर्गा आदौ प्रमुखवार्ताः ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. രമേശ് RG നല്ലെണ്ണ. पालक्काड् जनपदे प्रकम्पनं कृत्वा भारतस्य प्रधानसेवकः नरेन्द्रमोदी घोषणैः मुद्रावाक्यैः साकं हृद्यं स्वीकरणं च. भाजपा त्रयोघट्टस्थानार्थी आवलिः शीघ्रं घोषितं भविष्यति. विभिन्नराज्यानां नेतृत्वे केन्द्रीय गृहमन्त्री अमित शाह चर्चाम् अकरोत्. तमिळ्नाडु देशे NDA पक्षः आसनस्य विषये सहमतः अस्ति. PMK लोकसभास्य दर्शनम् आसनं दग्धं करिष्यति. प्रधानमन्त्री नरेन्द्रमोदी पुनः प्रधानमन्त्री भविष्यति. वयनाडस्य आशां क्षीणं कृत्वा राहुलस्य पञ्चवर्षं. केरळदेशे संसदानां मध्ये लोकसभायां राहुलः सर्वाधिकं दृष्टं प्रदर्शनं कृतवान्. लोकसभायां राहुलस्य उपस्थितिः केवलं 51% वर्तते. वार्ताः विस्तरेण. पालक्काड् जनपदे प्रकम्पनं कृत्वा भारतस्य प्रधानसेवकः प्रधानमन्त्री नरेन्द्रमोदी घोषणैः मुद्रावाक्यैः साकं हृद्यं स्वीकरणं च. पालक्काडे परिवर्तनं भविष्यति. BJP दलस्य MP भवति आगामी लोकसभायां प्रविश्यति इति जनानां मुखात् आगता अस्ति. प्रधानमन्त्रिणः नरेन्द्रमोदिनः आगमनाने BJP प्रवर्तकाः अत्यन्तम् आवेशं भरिताः भवन्ति. പ്രധാനമന്ത്രി ആഗ്രഹമായിരുന്നു അടുത്തുനിന്ന് കാണുന്നത്, അത് ഇന്ന് സാധിക്കുന്നുണ്ട്. പിന്നെ പാലക്കാട് ജയിച്ചു കിടക്കുകയാണ്, അഞ്ഞ് പറയേണ്ട കാര്യമൊന്നുമില്ല. ജയിച്ചു കിടക്കുകയാണ്. നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി എത്തിയാണ്? അതെ, കാണാൻ വേണ്ടി വന്നതാണ്. ഇഷ്ടമാണോ പ്രധാനമന്ത്രി? ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുമ്പ് 2016 കണ്ടു, പിന്നെ ഇപ്പൊ കാണണം പറഞ്ഞ് വന്നതാണ്. കാണാനുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. ദൂരത്തുനിന്ന് കണ്ടിട്ടുള്ളൂ, പക്ഷെ അടുത്തൊന്നും ഒന്ന് കാണണം വെച്ചിട്ട് വന്നതാണ്. എന്തായാലും BJP വരണം തന്നെയാണ്, തീർച്ചയായിട്ടും വരട്ടെ. കാലത്ത് ഈ പാലക്കാടിന്റെ ചൂടനുസരിച്ച് 8 മണി തൊട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ് പുള്ളിക്കാരനൊരു കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം ശക്തമായിട്ട് ഭൂരിപക്ഷത്തിൽ കേരളം വരുന്നുള്ള ഉറപ്പാണ്. नरेन्द्रमोदिनः ग्यारण्टी इति मन्त्रम् उच्चैस्तरम् अकेरलं प्रकम्पनं करोति. अस्मिन् साहचर्ये मलयाळदेशे परिवर्तनाः भविष्यन्ति इति जनाः वदन्ति. ആ ഒരു ചൈതന്യം ഇന്ന് ഭാരത രാഷ്ട്രീയത്തിൽ ആർക്കും ഇല്ല. എതിർക്കുന്നവരും യോജിക്കുന്നവരൊക്കെ ആ മുഖം ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. വടക്കേ ഇന്ത്യക്ക് ബുദ്ധി ഉദിച്ചു, നമുക്കും തീർച്ചയായിട്ടും ബുദ്ധി ഉദിച്ചു കഴിഞ്ഞു. ഇനി സംശയം വേണ്ട, ഇനി നമ്മുടെ പാലക്കാട് നിന്നൊരു MP ഉണ്ടാവും. കേരളത്തിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 4-5 പേരെങ്കിലും ഇന്ന് അടുത്ത പാർലമെന്റിൽ നമ്മുടെ MP-മാരായിട്ട് കാണും. അത് യാതൊരു സംശയവുമില്ല. ഭാരതത്തിനെ നയിക്കാൻ മൂപ്പരെ കൊണ്ട്, മോദിജിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് കുടുംബവും കുട്ടിയും മറ്റും എല്ലാം നമ്മളെ വഹിച്ചുകൊണ്ടുപോകാൻ മോദിജിക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ലോകത്തിന് തന്നെ വിശ്വഗുരുവായിട്ട് ഭാരതം മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് മോഡിജിന് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ കേരളത്തിലും അതുപോലെയുള്ള മാറ്റങ്ങൾ വരണം. എല്ലാ ജനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ നല്ലൊരു മാറ്റം വരാൻ വേണ്ടി. BJP दलस्य സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വിജയം പ്രാപ്യ ലോകസഭാം ആഗച്ഛതി ഇതി പാലക്കാട് ജനപദ പൗരാവലി സൂച്യത്തെ. നല്ല സന്തോഷം. കൃഷ്ണകുമാർ ജയിക്കും. പാലക്കാട് കൃഷ്ണകുമാർ ജയിക്കും ഉറപ്പായി. അത്രയും ജനസമുദ്രമാണ് ഇവിടെ വന്നത്. അടുത്ത MP കൃഷ്ണകുമാർ ഉറപ്പായി കൃഷ്ണകുമാർ ജയിക്കും. ഉറപ്പായിട്ടും, അതായത് ഒരു 90% ഇപ്പോൾ യുവാക്കൾ മൊത്തം രാഷ്ട്രീയം മറന്ന് BJP വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ശക്തമായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം ഭൂരിപക്ഷത്തെയാണ് കൃഷ്ണകുമാർ ജയിക്കുക. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വികസനം പിന്നെ ഒരിക്കലും കൈവിട്ട് പോവില്ല. പാലക്കാട് കൃഷ്ണകുമാറാണ്. കാരണം ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ച് ഇപ്പോൾ പാലക്കാട് ഒരു വികസനം ഒന്നുമില്ല.
അപ്പോൾ കൃഷ്ണകുമാർ വരണം എന്നാണ് മോദിയിൽ എല്ലാവരുടെയും ഇത് ആഗ്രഹം. അതെ, പ്രധാനമന്ത്രി നമ്മുടെ ആഗ്രഹം അതേപോലെ തന്നെ കേട്ടാ, പ്രധാനമന്ത്രി വരണം എന്തായാലും, കൃഷ്ണകുമാർ ജയിക്കണം. കൃഷ്ണകുമാർ വന്നാലേ വികസനമുള്ളൂ ഈ ഭാഗത്ത്. ആശംസാ ഭവധാനി ഉന്നിയ തഥാ പുഷ്പവൃഷ്ടിം കൃത്വ നരേന്ദ്രമോദിനാഹ നാമം ഉച്ചാരണം കൃത്വ പ്രധാന സേവകായ സ്വീകരണം കൃത്വ പാലക്കാട് ജനപദസ്യ ജനം. വാർത്താതളം ജനം. കോട്ടയം NDA प्रत्याशी तुषार वेल्लपल्ली CSI बिशप् इत्यत्र साबु कुशीचर्यान् इत्यनेन सह मिलितं चालकुन्दनगरस्य बिशप् गृहे एषा सभा अभवत्. सौहृदपूर्णं भ्रमणम् अस्ति इति द्वौ अपि प्रतिकरोध. सभायां वर्तमानविषयेषु चर्चाम् अभवत्. बिशपस्य आशीर्वादं प्राप्तवान् निर्वाचनप्रचारे उत्तमं प्रतिक्रियां प्राप्नोत् इति तुषार वेल्लपल्ली अवदत्. जनस्य कृते कार्यं कुर्वन् नेता आसीत् के करुणाकरः इति सुरेश गोपी उक्तवान्. के करुणाकरं सम्मानं प्रदातुम् उपक्रमं कुरुत. के करुणाकरस्य पत्न्याः भगिन्याः निवासस्थानस्य भ्रमणस्य राजनीतिः नास्ति इति च सुरेश गोपी अवदत्. കോൺഗ്രസിനെ വളർത്തി എന്ന് പറയുന്നത് ആപേക്ഷിതമാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന് ജനങ്ങളുടെ സൗകര്യങ്ങൾ വളർത്തി, അതുകൊണ്ട് ആ പാർട്ടി വളർന്നു. അത് ആപേക്ഷിതമാണ്, അത് ട്രാൻസാക്ഷനാണ്. അദ്ദേഹം കേരള ജനതയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട്, സഖാവ് E.K. നായനാർ നിന്നതുപോലെ. ഒരു കലാകാരന് മേലെ രാഷ്ട്രീയ ലീജിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാഷ്ട്രീയ ചായ്വ് അല്ലെങ്കിൽ അടിയുറച്ചൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക എന്നെല്ലാം പറയുന്നത് വ്യക്തിയുടെ, എന്ത് കലാകാരനായാലും എന്ത് രാഷ്ട്രീയക്കാരനായാലും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്വം. അത് അദ്ദേഹം നിർവഹിച്ചു, അത് ചെയ്തോട്ടെ, അതിനെന്താ? അല്ല, അദ്ദേഹത്തിന് വൈമുഖ്യമൊന്നുമില്ല എങ്കിൽ അതിനും ഇതുപോലെ ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ, കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും. എനിക്ക് അതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് എനിക്കിഷ്ടമല്ല. ഇലക്ഷൻ അല്ലാത്ത സമയത്തും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. वयनाडस्य आशां क्षीणं कृत्वा राहुलस्य पञ्चवर्षं केरलदेशे संसदानां मध्ये लोकसभायां राहुलः सर्वाधिकं दृष्टं प्रदर्शनं कृतवान्. लोकसभायां राहुलस्य उपस्थितिः केवलं 51% वर्तते. तस्मिन्नेव काले राहुलस्य लोकप्रियतायाः क्षयः निर्वाचने प्रतिबिम्बितः भविष्यति इति കോൺഗ്രസ് നേതൃത്വस्य ചിന്ത വർത്തते. ലോക്സഭയിൽ വയനാടൻ എംപിയായ രാഹുലിന്റെ ഹാജർ നില सिद्धार्थस्य मृत्युः कृता दूषकानां रक्षणाय गूढालोचनां प्रचलिष्यति इति हिन्दू ऐक्यवेदी वर्किंग प्रेसिडेंट वर्सन तिल्लङ्गेरी अवदत्. निर्वाचनं समीपे काले तेषां नेतृषु दूल्हि स्थापयितुं CBI संस्थायाः अन्वेषणस्य घोषणा कृता इति वर्सन तिल्लङ्गेरी उक्तवान्. തീർച്ചയായും ഇതൊരു ഗൂഢാലോചന എന്നതിന് പിറകിലുണ്ട്. സിദ്ധാർത്ഥിൻ്റെ മരണശേഷവും പിന്തുടർന്ന് വേട്ടയാടുന്ന, തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് കുറ്റക്കാരെ രക്ഷിക്കാനുള്ള വളരെ ആസൂത്രിതമായൊരു ഗൂഢാലോചനയും ശ്രമവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാവുന്നത്. ആ സമയത്ത് നടന്ന വളരെ വ്യാപകമായ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിറക്കിയെങ്കിലും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. वार्ता संस्कृतम् अत्र सम्बद्धते. अग्रिमवार्ता संस्कृतं श्वः सायं 5:15 अधिकवार्तानां दृश्यानां कृते channeltv.com सन्दर्शितां शुभं भूयात्.